വിശദമായ വാർത്തകളിലേക്ക്. കുമളി പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം ഇനം തിരിച്ച് അടിയന്തരമായി നൽകണമെന്നാവശ്യപ്പെട്ട വനം വകുപ്പ് പഞ്ചായത്തിന് കത്ത് നൽകി. ഇത് എന്ത് ആവശ്യത്തിന് വേണ്ടിയാണെന്ന് കത്തിൽ സൂചിപ്പിക്കാത്തതിനാൽ പ്രാദേശിക സർക്കാർ എന്ന നിലയിൽ കണക്ക് നൽകാനാവില്ലെന്ന് പഞ്ചായത്തിന്റെ മറുപടി. തേക്കടിയിൽ പല വിഷയങ്ങളിലും പഞ്ചായത്തും വനംവകുപ്പും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടെ പുതിയ നോട്ടീസ് കൂടി വന്നതോടെ പ്രശ്നം വീണ്ടും രൂക്ഷമായി കഴിഞ്ഞു. കുമളിയിലെ റിസോർട്ടുകൾ, ഹോട്ടലുകൾ, ഹോം സ്റ്റേകൾ, കടകൾ എന്നിവ ഇനം തിരിച്ചാണ് വനം വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മേലധികാരികൾക്ക് സമർപ്പിക്കേണ്ടതിനാൽ അടിയന്തരമായി കണക്കു വേണം എന്നാണ് പെരിയാർ കടുവാ സങ്കേതം അസിസ്റ്റന്റ് ഫീൽഡ് ഡയറക്ടർ ആർ ലക്ഷ്മി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വനം വകുപ്പിന്റെ നടപടിക്കെതിരെ വ്യാപാരികളും രംഗത്തു വന്നു. സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ കൈമാറരുതെന്ന് കാണിച്ച് വ്യാപാരി സംഘടന പഞ്ചായത്തിന് കത്ത് നൽകി. ഇക്കഴിഞ്ഞ ദിവസം വനം വകുപ്പ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ കത്ത് വളരെ ആശങ്കയുളവാക്കുന്നതാണ്. കുമളിയിലും പരിസര പ്രദേശങ്ങളിലുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെയും ഹോട്ടൽ, ഹോം സ്റ്റേ, റിസോർട്ടുകൾ എന്നിവരുടെ ലിസ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് ഞങ്ങളുടെ ആശങ്ക. ഇത് അടിയന്തരമായി പുനഃപരിശോധിക്കണം. ജനങ്ങൾക്കുള്ളിൽ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് ജനജീവിതം ദുരിതപൂർണ്ണമാക്കാനാണ് വനം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള സമരപരിപാടിക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വം നൽകും. ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ട് വിഷയത്തിൽ കുമളിയിലെ ജനങ്ങളെ ഇത്തരത്തിൽ വനം വകുപ്പ് കെണിയിലാക്കിയ സംഭവമാണ് പലരും പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. കുമളിയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം എന്ന നിലയിലാണ് ആനവച്ചാലിൽ പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മിച്ചത്. ഇതിനായി ടൂറിസം വകുപ്പിന്റെ 4 കോടി രൂപയാണ് വിനിയോഗിച്ചിരിക്കുന്നത്. ഈ ഫണ്ട് ലഭിക്കാൻ പഞ്ചായത്തിന്റെ സഹകരണം ഉറപ്പാക്കാനായി പാർക്കിംഗ് ഗ്രൗണ്ട് കുമളിയിലെ പൊതു ആവശ്യത്തിനാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. പല തലങ്ങളിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് ഇക്കാര്യത്തിൽ ധാരണ ഉണ്ടായത്. എന്നാൽ നിർമ്മാണം പൂർത്തിയായതോടെ വനം വകുപ്പ് നിലപാട് മാറ്റി. തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾക്ക് മാത്രമായി പാർക്കിംഗ് പരിമിതപ്പെടുത്തി. ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പോലും നിലവിൽ അനുവദിക്കുന്നില്ല. ഇത്തരത്തിലുള്ള നിഷേധ നിലപാട് തുടരുന്ന വനം വകുപ്പിന്റെ നടപടികൾ സംശയദൃഷ്ടിയോടെ മാത്രമേ കാണാൻ കഴിയൂ എന്നാണ് പഞ്ചായത്ത് അധികൃതരുടെയും പൊതുജനങ്ങളുടെയും അഭിപ്രായം. പഞ്ചായത്ത് ഭരണഘടന അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനമാണ്. പഞ്ചായത്ത് ഒരു പ്രാദേശിക സർക്കാരാണ്. പ്രാദേശിക സർക്കാരിൻ്റെ അധികാരങ്ങൾ കവർന്നെടുക്കുവാൻ ആരെയും അനുവദിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പാടില്ല എന്നത് തന്നെയാണ് കുമളി ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതുവെയുള്ള അഭിപ്രായവും. ആ തരത്തിലുള്ള നടപടികളാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ കത്ത് നൽകിയത് എന്ത് ആവശ്യത്തിന് എന്നത് സൂചിപ്പിക്കാത്തിടത്തോളം കാലം അത്തരത്തിലുള്ള വിവരങ്ങൾ നൽകുവാൻ കഴിയില്ല എന്ന് മറുപടി കത്ത് പഞ്ചായത്ത് വനം വകുപ്പിന് നൽകിയിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം വിവരശേഖരണം ഔദ്യോഗിക ആവശ്യത്തിന് എന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. പെരിയാർ കടുവാ സങ്കേതവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി സ്റ്റേറ്റ് ഹോൾഡേഴ്സ് യോഗം നടത്താനാണ് വിവരങ്ങൾ തേടിയതെന്നും വനം വകുപ്പ് പറയുന്നു. ന്യൂസ് ബ്യൂറോ, കുമളി.